കാന്താര ചാപ്റ്റർ 1 നാളെ തിയേറ്ററുകളിലേക്ക്. രാജ്യമൊട്ടാകെ 6000-ൽ പരം പ്രദർശനങ്ങളാണ് ആദ്യ ദിനം കാന്താരയ്ക്ക്. കേരളത്തിൽ മാത്രം 885 പ്രദർശനങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യ പ്രദർശനം രാവിലെ 6:30-ക്കാണ്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ. ഹരി, ആദ്യ വിവരങ്ങൾ വരുന്നത് കർണാടകയിൽ നിന്നാണ്. പ്രിവ്യൂ ഷോയുടെ വിവരങ്ങൾ അത് വരുമ്പോൾ ഗംഭീര പ്രതികരണമാണ്. കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ. എന്തൊക്കെയാണ് കേരളത്തിലെ ഒരുക്കങ്ങൾ? തീർച്ചയായും വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെയാണ്. കാന്താരയുടെ ആദ്യ പ്രിവ്യൂ ഷോ ഇന്നാണ് നടന്നത്. കർണാടകയിൽ വെച്ചാണ് നടന്നത്. അതിഗംഭീരമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ കാന്താര 2022-ൽ റിലീസ് ചെയ്ത സിനിമയാണ്. അന്ന് ഒരു തരത്തിലുള്ള ഹൈപ്പും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് വന്ന് കൊടുങ്കാറ്റായി മാറിയ ചിത്രവും കൂടിയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര. അന്നാണ് ഋഷഭ് ഷെട്ടി എന്ന നടനെ പോലും മലയാളികൾ ഉൾപ്പെടെ അറിയുന്നത്. ഇന്ന് 3 വർഷങ്ങൾക്കിപ്പുറം കാന്താര ചാപ്റ്റർ 1, അതായത് 2ാം ഭാഗം പുറത്തിറങ്ങുമ്പോഴേക്കും പ്രിവ്യൂ ഷോ നൽകുന്നത് അതിഗംഭീര റിപ്പോർട്ടുകൾ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നാളെയാണ് ചിത്രത്തിൻ്റെ റിലീസ് ലോകമെമ്പാടും ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേരളത്തിൽ രാവിലെ 6:30-ന് ഷോ ആരംഭിക്കുന്നു. ആദ്യത്തെ ഷോ മിക്ക സെൻറ്ററുകളും, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയ പ്രധാന സെൻറ്ററുകളിലൊക്കെ തന്നെ ഹൗസ്ഫുള്ളായി മാറുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. സ്വാഭാവികമാണ്. കാരണം 2022-ൽ കാന്താര പോലൊരു ചിത്രത്തിനുണ്ടാക്കിയ ഒരു ഭീകരമായ ഹൈപ്പ് 2ാം ഭാഗത്തിലേക്ക് വരുമ്പോഴേക്കും അത് അതേപോലെ തന്നെ ഋഷഭ് ഷെട്ടിക്കും ടീമിനും പുൾ ഓഫ് ചെയ്യാൻ സാധിക്കുമെന്നൊരു വലിയ സംശയങ്ങൾ, പ്രതീക്ഷകളൊക്കെ തന്നെ ഉണ്ട്. KGF-ഉം അതുപോലെ തന്നെയായിരുന്നു. KGF-ന് 2ാം ഭാഗം വന്നപ്പോഴും ആദ്യ ഭാഗത്തിന് ഒരു പ്രതികരണവും ഇല്ലാതെ വന്ന് തിയേറ്ററുകളിലേക്ക് വന്ന് കൊടുങ്കാറ്റായി മാറി. അങ്ങനെ കന്നഡ സിനിമ ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ മാറ്റിമറിച്ചൊരു വർഷം കൂടെയായിരുന്നു 2022. 2025-ലേക്ക് വരുമ്പോഴേക്കും കാന്താരയുടെ 2ാം ഭാഗം വരുമ്പോൾ വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. എന്തായാലും പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകൾ തെറ്റിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഋഷഭ് ഷെട്ടിയുടെ ഈ സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളിൽ നിന്ന് ഒരു സാഹചര്യമുണ്ടായിരുന്നു. 4 പേരോളം ഈ ചിത്രീകരണ വേളയിൽ മരണപ്പെട്ടിരുന്നു. ഒരു ബസ് അപകടം സംഭവിക്കുന്നു. ഋഷഭ് ഷെട്ടി തന്നെ ഈ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടൊരു ബോട്ട് അപകടം ഉണ്ടാവുകയും ചെയ്തു. ഒരു ബോട്ടിൻ്റെ സീക്വൻസിനിടയിൽ വെച്ച് അങ്ങനെ പല അപകടങ്ങളും സംഭവിച്ചിരുന്ന ഒരു സിനിമാ സെറ്റിനിടയിൽ ആയിരുന്നു കാന്താരയുടെ ഷൂട്ടിങ്ങും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ട്രെയിലറിന് അതിഗംഭീരമായ റെസ്പോൺസ് ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് ഈ സിനിമ എത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ്. തെലുങ്കിൽ മൈത്രി മൂവി മേക്കേഴ്സ് എത്തിക്കുന്നു. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ തന്നെ ഈ സിനിമ വലിയ തരംഗമായി മാറുന്ന ഒരു കാഴ്ചയും കൂടി ഒരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 6:30-ക്ക് കൃത്യം കേരളത്തിൽ ഷോ ആരംഭിക്കുമ്പോഴേക്കും ആരാധകരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. നാളെ പ്രത്യേകിച്ച് കേരളത്തിലെ പല സെൻറ്ററുകളിലായി ഫാൻസ് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും 6:30-ക്ക് ഷോ ആരംഭിക്കും. ഏകദേശം 9:30-യോടുകൂടി ഷോ കഴിയും. ആ സമയത്ത് ആദ്യ പ്രതികരണങ്ങൾ എന്താകും എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന കാര്യം. അവസാനമായി അവസാനം ഒരു 1000 കോടി പ്രതീക്ഷ വെക്കുന്ന ഈ വർഷത്തെ ഒരു അവസാനത്തെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയും കൂടിയാണ് കാന്താര. ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും ഇല്ല. അങ്ങനെ 1000 കോടിക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയും കൂടിയാണ് കാന്താര ചാപ്റ്റർ 1 എന്ന 2ാം ഭാഗത്തിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ മാത്രം ബാക്കിയുണ്ട്. പ്രിവ്യൂ ഷോയ്ക്ക് അതിഗംഭീരമായ റിപ്പോർട്ടാണെങ്കിൽ പോലും സാധാരണ ഓഡിയൻസിലേക്ക് എങ്ങനെയാണ് ഈ സിനിമ എത്തിപ്പെടുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ശരിയാണ്. എത്ര വിവാദങ്ങൾ, അതിനിടയിൽ എത്ര നിർഭാഗ്യകരമായ സംഭവങ്ങൾ. അതിനൊക്കെ ഒടുവിൽ കാന്താര ചാപ്റ്റർ 1, നമ്മൾ കാന്താര 2 എന്ന് പറയുമെങ്കിലും അത് കാന്താര ചാപ്റ്റർ 1 ആണ്. നാളെ 6:30-ക്ക് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ്. അന്ന് കാന്താരയുണ്ടാക്കിയ ആ ഓളം, ആവേശം, അതൊന്നും നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്കതിലേക്ക് ഉറ്റുനോക്കാം. വളരെ ആകാംക്ഷയോടെ എന്താണ് കാന്താര ചാപ്റ്റർ 1 കാത്തുവച്ചിരിക്കുന്നതെന്ന് കാത്തിരിക്കാം.